പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഒരു അധ്യക്ഷ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇനിയും ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് തിരക്കാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സങ്കടങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അനുവാദത്തോടുകൂടി അറിയിക്കാനായിട്ട് അല്പസമയം എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമി ഉള്ളിടത്തോളം കാലം നമ്മുടെ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകും എന്നുള്ള സത്യം. അതിവിടെ ആവാലവൃത്ത ജനങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഏറെ സങ്കടമെന്ന് പറയട്ടെ, ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും താഴെയുള്ള വില്ലേജ് ഓഫീസിലെ ഈ ഫീൽഡ് അസിസ്റ്റന്റുമാർ ഇന്ന് അനുഭവിക്കുന്ന ദുരവസ്ഥ, അത് എന്നെങ്കിലും സാറിനെ കാണുമ്പോൾ നേരിട്ട് അറിയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. കാരണം ഇന്നും നമ്മുടെ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമാർ ഫീൽഡിൽ പോകുന്നത് അവരുടെ പോക്കറ്റിൽ നിന്ന് കാശ് ചിലവാക്കിയിട്ടാണ് പോകുന്നത്. മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വാഹനം അനുവദിച്ചപ്പോഴും നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫീൽഡ് അസിസ്റ്റന്റുമാർ ഇപ്പോഴും ഓട്ടോറിക്ഷയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. എന്തിനേറെ പറയുന്നു, മണൽ കടത്ത് പിടിക്കാനായിട്ട് റിവർ മാനേജ്മെൻറ്റ് വഴി ഇന്നോവ ക്രിസ്റ്റ കാറാണ് അനുവദിച്ചത്. ആ സമയത്തും നമുക്ക് ഒരു പരിഗണനയും തന്നില്ല എന്നുള്ളത് ഏറെ സങ്കടമുണ്ട് സാർ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമാർക്ക് വേണ്ട പരിഗണന നൽകണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കും. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖരെ, മിത്രങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ശ്രീ മന്മഥൻ പറഞ്ഞ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. അതായത്, ഈ ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം റവന്യൂ ഡിപ്പാർട്ട്മെന്റും കാണും. അതിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ പല കാലങ്ങളിലായി പറഞ്ഞിട്ടുള്ള പരാതികൾ നമ്മൾ അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം വളരെ ന്യായമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റവന്യൂ റിക്കവറി, തർക്ക ഭൂമി സന്ദർശനം, കെട്ടിടങ്ങളുടെ ഒറ്റത്തവണ നികുതി പിരിവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ടൊരു വാഹനം എന്ന് പറയുന്നത് ഒട്ടും അധികമല്ല, അത് വളരെ ന്യായമായ കാര്യമാണ്. കഴിഞ്ഞ ശമ്പള കമ്മീഷൻ ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു വാഹനം അനിവാര്യമാണ് എന്ന് കണ്ടെത്തുകയും അത് രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വാഹനമില്ലാതെ ഇനി ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ വെച്ച് ഉറപ്പ് പറയുന്നു, ഈ ഉദ്യോഗസ്ഥർക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി ഒരു ഇലക്ട്രിക് കാർ, എന്താണ് ഇലക്ട്രിക് കാർ, ഒരു ഇലക്ട്രിക് കാർ അനുവദിക്കുന്നതാണ് എന്ന് ഞാൻ ഇവിടെ വെച്ച് പറയും. ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പരാതികൾ ഉണ്ടെങ്കിൽ അത് അവർ പറയാതെ തന്നെ നിവർത്തിച്ചു കൊടുക്കേണ്ടത്, സാധിച്ചു കൊടുക്കേണ്ടത് മേലുദ്യോഗസ്ഥരുടെയും ഭരണാധികാരികളുടെയും കർത്തവ്യമാണ്. മറ്റൊന്നും പറയുന്നില്ല. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്. സാറേ, മധുര കഴിക്കി മോനാ, സന്തോഷത്തിലാണല്ലോ. പറയണ്ട. അല്ലേ, ലഡുലോദിക്കാൻ മതിയോ? ലഡു തുടക്കത്തിലല്ലേ. നമ്മളെ അവിടെ പോയപ്പോ മന്ത്രിയുടെ പ്രസംഗം കേട്ടോ, ഞാൻ കൈ കൊടുക്കാൻ കേറിയതാണേ. ആ കുരുത്തം കേട്ട എസ് ഐ എന്നെ തടുത്തു. അത് അയാളുടെ ഡ്യൂട്ടി അല്ലേ, മന്ത്രിനൊക്കെ കയറി കണ്ട് പിടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്?
എന്തായാലും മന്ത്രി അത് പറഞ്ഞപ്പോണ്ടല്ലോ, ആ മന്ത്രിന്റെ ശബ്ദത്തിലുണ്ട് ആ കാറ് പെട്ടെന്ന് അനുവദിക്കുന്നുള്ളത്. എത്ര പെട്ടെന്ന് അനുവദിക്കില്ല. രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സേവനം നടത്തുന്ന എല്ലാ സർക്കാർ ഓഫീസുകളുടെയും കീഴ്ജീവനക്കാരുടെ ആവശ്യങ്ങൾ പറയാതെ തന്നെ കണ്ടറിഞ്ഞ് മേലധികാരികളും ഭരണാധികാരികളും ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ എന്റെ സാറേ രോമകത്ത് എണീറ്റ് സത്യമാണ്, സാധാരണക്കാരുടെ മനസ്സ് മനസ്സിലാക്കി. അതാണ്. ഗുഡ് മോർണിംഗ്. എന്താ ബർത്ത്ഡേ ആണ് ലഡ്ഡു? അല്ല, ബർത്ത്ഡേ അല്ല, മന്ത്രി കാറ് അനുവദിക്കുന്നു പറഞ്ഞല്ലോ. അതിന്റെ ഒരു സന്തോഷത്തില് അതിനിപ്പോഴേ ലഡ്ഡു വിതരണം ചെയ്തോ? അതെ, സർക്കാരിന്റെ കാര്യാണ്. കാറൊക്കെ കിട്ടിയിട്ട് ഈ ലഡ്ഡു വാങ്ങിയാൽ മതിയായിരുന്നു. അല്ല, അറിയാലോ സർക്കാരിന്റെ. എന്തായാലും മേടിച്ചല്ലോ ഒരെണ്ണം കേട്ടതാ. രാവിലെ തന്നെ മധുരം കഴിക്കണം നല്ലതാ. എന്നാൽ ശരി, നടക്കട്ടെ. ഒരു സാമാന്യ മര്യാദ ഇല്ലാത്ത സ്ത്രീയാട്ടത്. എന്തിനു നെഗറ്റീവ് അല്ലേ? എന്റെ നാക്കറിയാൻ പറ്റാഞ്ഞാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് പറയലുണ്ടോ മാഡം? ഇനിയിപ്പോ കാറ് കിട്ടിയോക്കട്ടെ, പിൻസീറ്റിൽ മൊലാഴ്ചമ്മ ഇരിക്കുമ്പോൾ ഇരിക്കൂലേ? ഈ കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞായറാഴ്ചയുള്ള അവധി ദിവസങ്ങളൊക്കെ വരുമ്പോഴേ ഇവര് ഷോപ്പിങ്ങിനും കല്യാണത്തിനൊക്കെ ഈ കാറിൽ തന്നെ കയറി നളിഞ്ഞിട്ട് പോയി. ആ ബോർഡ് എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. ഗുണാവർക്കാണേ. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. ഹലോ, ആ അറിയോ, ഓർമ്മണ്ടോ? അറിയാം. നിങ്ങളറിയോ? ഞാനത് പറഞ്ഞില്ലേ, ഒരു ഓട്ടോറിക്ഷ കയറിയിട്ട് 90 രൂപ മേടിച്ച് 10 രൂപ ബാക്കി 10 രൂപ കക്ഷിയാണ്. അതിന്റെ സെർവർ ഇപ്പോഴും ഓക്കെ ഉണ്ടാവില്ല അല്ലേ? ഇപ്പൊ റെഡിയാ, ഞാൻ ഗൂഗിൾ പേ ചെയ്തുതരാം. വേണ്ട, ചെയ്യണ്ട. അല്ല, എന്തായാലും വന്നല്ലേ, ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. ഒരു ലഡു എടുക്ക്. സാറിന്റെ ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ഒന്നുമല്ല, സർക്കാർ ഞങ്ങൾക്ക് കാർ അനുവദിച്ച് ഞങ്ങൾക്ക് ആപ്പോ ഓട്ടോറിക്ഷയിലൊന്നും പോകേണ്ട കാര്യമില്ല. അല്ല, ഞാൻ ആ കാര്യം അറിഞ്ഞിട്ട് അങ്ങോട്ട് വന്നത് സാറേ. എന്റെ സർക്കാർക്ക് കാർ അനുവദിച്ചല്ലോ, അപ്പൊ അതിനൊരു വേക്കൻസി ഡ്രൈവറായിട്ട് ഉണ്ടാവുമല്ലോ. അല്ല, ഞാൻ അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അതിന് ഞങ്ങൾക്ക് കാറാണ് അനുവദിച്ച, ഓട്ടോറിക്ഷ അല്ല. അല്ല സാറേ, ഞാൻ കാറ് ഓട്ടോറിക്ഷ മാത്രമല്ല ഓടിക്കുക, കാർ ഓടിക്കും, മറ്റേ ടെമ്പോ ട്രാവലർ ഓടിക്കും, പിന്നെ കണ്ടെയ്നർ ഓടിക്കും, ലോറി ഓടിക്കും, പിന്നെ വെള്ളിമൂങ്ങ, നായ്ക്കുറുക്കൈ. നായ്ക്കുറുക്ക എന്ന് പറഞ്ഞാല് കാറും അല്ല ജീപ്പും അല്ലാത്തൊരു സാധന. അത് ശരി. അപ്പൊ ഈ വെള്ളിമൂങ്ങ എന്താന്നുള്ള സത്യത്തിൽ എനിക്ക് തിരുപാടായില്ല. ഇതാ അതെ, എന്റെ സ്വഭാവം വെച്ചിട്ട് ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഡ്രൈവർ ആവാനുള്ള യോഗ്യത എനിക്കില്ല. അന്ന് എന്നോട് പെരുമാറി എനിക്കറിയാം കേട്ടോ. അല്ല, അതെ സാർ, അത് ഞാൻ ഓട്ടോറിക്ഷ പോകുമ്പോഴാണ് ആ സ്റ്റാൻഡേർഡ്. പക്ഷെ ഞാൻ സർക്കാർ വണ്ടി പോകുന്ന സമയത്ത് എന്റെ സ്റ്റാൻഡേർഡ് മാറും. രണ്ടിന് 2 ലൈൻ ഉണ്ട്. അത് ശരി. ആ വണ്ടിയിലെ ഡ്രൈവറുടെ ജോലിക്ക് വേണ്ടി മൊയ്തുനോട് ചോദിക്കാൻ വന്നതാണ്. ഇത് മൊയ്തുവിന്റെ അമ്മായിപ്പം കൊടുത്ത വണ്ടിയല്ല. അല്ല, അതറിയാം. എന്നാലും നിങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തി എനിക്കൊരു ഡ്രൈവറെ പണിയും കിട്ടും. സർക്കാർ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് തന്ന വണ്ടിയാണത്. അപ്പൊ അതില് ഡ്രൈവറെ വെക്കാൻ സർക്കാരിനെ അവകാശമുള്ളൂ. നമുക്ക് എന്ത് അവകാശമുള്ളൂ? അല്ല സാറേ, ഞാൻ JCB ഒക്കെ ഓടിക്കൂ, ഫ്ലാറ്റ് ഒക്കെ പൊളിക്കൂ, വില്ലേജ് ഓഫീസ് പൊളിക്കണം. വേണേ പറഞ്ഞോളൂ, ഞാൻ പൊളിച്ചുതരാം. വില്ലേജ് ഓഫീസ് പൊളിക്കാൻ വന്ന ഈ അല്ല, ഇൻട്രസ്റ്റ് ഉണ്ട്, മതിയോ? അല്ലെങ്കിൽ വേണ്ട. ആപ്പ് ഇൻട്രസ്റ്റ് ഇല്ല, ഈ തൽക്കാലം വിട്ടോ. എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു. ഞാൻ അത്ര ഹെവി ഡ്രൈവറാ സാർ, ഒരു ജോലിന്റെ കാര്യം ആയിക്കോട്ട് പറഞ്ഞു. അല്ല, അത് സർക്കാർ തീരുമാനിക്കണം. അതിന്റെ അപേക്ഷ ഒക്കെ വേണ്ടി വരുമ്പോ ചോദിക്കുമ്പോ ചെയ്തു കൊടുത്താൽ മതി. പൊക്കോ. ഒരു ലഡു കൂടി തരും. എന്റെ ഭാര്യ പ്രഗ്നന്റ്, അവക്ക് ഭയങ്കര ഇഷ്ടം ലഡു. രണ്ടെണ്ണ 3 എടുത്തിക്കണേ. വല്ലാത്തൊരു മനുഷ്യല്ലേ. മാറിപ്പോയി, ഇങ്ങോട്ട് പോയി കൈമല ലഡു കിട്ടിയപ്പോ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനമല്ലല്ലോ. അന്ന് എന്നോട് പെരുമാറിയ പെരുമാറ്റമുണ്ടല്ലോ, അപ്പൊ അവിടെ വന്നപ്പോ എന്തൊരു വിനീതനായിട്ട് സംസാരിക്കണത്. ഞാൻ ഒരു ലഡു കൂടി എടുക്കട്ടെ. എടുത്തോ. പെണ്ണ് വീട്ടിലെ മധുരത്തിനെ സമ്മതിക്കും. ഇവിടെ ലഡ്ഡു കഴിച്ചിരുന്നാ മതിയോ? ഇന്നാണ് ആ നികുതി ഒറ്റത്തവണ തീർപ്പാക്കൽ. താലൂക്ക് ഓഫീസിൽ പോണ്ടേ? പോവാൻ സമയം എത്ര അയച്ചിട്ട് എന്നാ പിന്നെ ഇറങ്ങ്. ലഡ്ഡു കഴിച്ച് ഇങ്ങനെ ഇരുന്നോട്ടോ. അല്ല, നമുക്ക് കാറ് കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിരുന്നു അല്ലേ? ഹലോ, അതെ. അയ്യോ, ആണോ? ഓ, അത് ശരി. ആയിക്കോട്ടെ. ശരി. എന്താ മേഡം? ലഡ്ഡു മേടിച്ചതൊക്കെ വെറുതെ ആയി. അല്ല, കാറ് തരാന്നൊക്കെ ഒരു ഓഫർ ഉണ്ടായിരുന്നല്ലോ. ധനകാര്യ വകുപ്പേ അതിന് ഒബ്ജക്ഷൻ കൊടുത്തു. ഇനിയിപ്പോ ഇലക്ട്രിക് സ്കൂട്ടർ പരിഗണിക്കാന്നൊക്കെ പറയണേ. സ്കൂട്ടറെങ്കിൽ സ്കൂട്ടർ, കാറ് പോട്ടെ, അതും കൊണ്ട് പോവാലോ എല്ലാ വഴി കൂടെ. ഇനിയിപ്പോ പോയിട്ട് അതിന് ലഡ്ഡു മേടിക്കൊന്നും വേണ്ട. സർക്കാർ കാര്യാണ്, കിട്ടിയാ കിട്ടി, അത്രേ ഉള്ളൂ. വേഗം ഇറങ്ങിക്കോ, സമയായി. കാറ് പോയി സ്കൂട്ടറായി.
മൊയ്തോ സ്കൂട്ടർ എന്തായാലും കിട്ടും. അവേ പുതിയ സൈക്കിളൊക്കെ മേടിച്ചാ? സൈക്കിൾ മേടിച്ചല്ലോ മോനെ, ഇത് ബാങ്കുകാർ തന്നതാ. ആ ബാങ്കുകാര് പുതിയ സൈക്കിളൊക്കെ തരും ഇപ്പൊ. ഈ ബാങ്കുകാർക്ക് നമ്മളെ റവന്യൂ ഡിപ്പാർട്ട്മെന്റുകാരോട് ഒരു പ്രണയമുണ്ട്. അതെന്തിനാന്നറിയോ? എന്തുപറ്റി? ഓരോ ജപ്തിയും കാര്യങ്ങളൊക്കെ പോയി നേടിക്കൊടുക്കണം നമ്മളാണല്ലോ. അതെ. അപ്പൊ ഓര് തരുന്ന സൈക്കിളാ. അല്ല, നിങ്ങൾക്ക് പുതിയ കാറും ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. എവിടെ കിട്ടുന്നു? ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഓര് നമ്മളെ നിയമിക്കുമ്പോഴേ ഓര് നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയോന്നാ, അല്ലാണ്ട് കാർ ഓടിക്കാൻ അറിയോ ബൈക്ക് ഓടിക്കാൻ അറിയോ എന്ന് ചോദിക്കുന്നില്ല. ഇനിയിപ്പോ വില്ലേജ് ഓഫീസ് ചന്ദ്രനിലോ ചൊവ്വയിലാണെങ്കിലും ഞങ്ങൾ സൈക്കിൾ ഓടിച്ച് തന്നെ പോകണം. അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇനിയിപ്പോ അഥവാ കാറൊക്കെ പാസ്സായാല് ധനകാര്യ വകുപ്പ് എതിര് നിൽക്കും. ഇങ്ങനെ എനിക്ക് എന്നെ ഒരുപാട് നോട്ടീസ് കൊടുക്കാനുണ്ട്. അത് ശരിയെന്നാ, വൈകിട്ട് കാണാം. ഈ വീട്ടിലേക്കല്ലേ? അതെ. അല്ലാ റബ്ബേ. ഓ ആരെങ്കിലും വരേ, രക്ഷിക്കണേ. അല്ലാ. ഹലോ. ആ മൊയ്തു, ആ നോട്ടീസ് കൊടുക്കാനുള്ളടത്ത് വേഗം കൊടുത്തിട്ട് ഇങ്ങോട്ട് വരണം. ആ അതെ, ആ ഒറ്റത്തവണ നികുതി തീർപ്പാക്കലിന്റെ 4 പേർക്ക് നോട്ടീസ് കൊടുക്കാനുണ്ട്. ആ. പിന്നെ ആ തർക്കഭൂമി സന്ദർശിക്കാൻ പോണം. അതിന് എന്റെ കൂടെ വരണം. അതാ പറയണു, വേഗം വരണമെന്ന്. ആ ജനങ്ങളുമായിട്ട് നിരന്തരമായിട്ട് സമ്പർക്കം പുലർത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, ഞാൻ എന്തായാലും വരാം മാഡം, വരാം. ആ ആ ആ ആ ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ്, മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്കിനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.